മറ്റു വാർത്തകൾ നോക്കാം. ബില്ലിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. ക്ഷീരസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി. ഇതോടെ 7 ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം 4ആയി. സർക്കാർ കൊണ്ടുവന്ന ക്ഷീരസംഘം സഹകരണ ബില്ലും തള്ളിയിരിക്കുകയാണ് രാഷ്ട്രപതി. മിൽമ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ബില്ല് തള്ളിയതോടെ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ചത്. അതിൽ ക്ഷീരസംഘം സഹകരണ ബില്ല് കൂടി തള്ളിയതോടെ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം 4ആയി. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഇതുവരെ ഒന്നിനു മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ലോകായുക്ത ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ടത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിനും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിനും രാഷ്ട്രപതി നേരത്തെ അനുമതി നൽകിയിരുന്നില്ല. ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു മിൽമ ബിൽ. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ ബില്ല് അധികാരം നൽകിയിരുന്നു. ഇതുവഴി മിൽമകളിൽ ഭരണം ഉറപ്പാക്കാനായിരുന്നു സർക്കാർ നീക്കം. അതിന്മേലാണ് ഇപ്പോൾ രാഷ്ട്രപതി റെഡ് സിഗ്നൽ ഇട്ടത്. അതേസമയം ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.